വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിങ്ക്രണസ് മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ്. അതായത് സിങ്ക്രണസ് മെഷീനിൽ വരുന്ന ആൾട്ടർനേറ്റർ, അതുപോലെ മോട്ടർ, അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ സിങ്ക്രണസ് മോട്ടർ ഇഫ് ദ ഫീൽഡ് എക്സൈറ്റേഷൻ ഈസ് സച്ച് ദാറ്റ് ബാക്ക് EMF ഈസ് ലെസ് ദാൻ V ദെൻ ദ മോട്ടർ ഈസ് സെഡ് ടു ബി. അതായത് ഒരു സിങ്ക്രണസ് മോട്ടറിൽ അതിൻ്റെ ഫീൽഡ് എക്സൈറ്റേഷൻ, അതായത് ബാക്ക് EMF അതായത് EB ഈസ് ലെസ് ദാൻ വോൾട്ടേജ് ആണെങ്കിൽ, സപ്ലൈ വോൾട്ടേജ് ആണെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജ് ആണെങ്കിൽ, ദെൻ ദ മോട്ടർ ഈസ് സെഡ് ടു ബി. അങ്ങനെയുള്ള മോട്ടറിനെ എന്താണ് പറയപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അണ്ടർ എക്സൈറ്റഡ്, ഓപ്ഷൻ ബി ഓവർ എക്സൈറ്റഡ്, ഓപ്ഷൻ സി അൺഎക്സൈറ്റഡ്, ഓപ്ഷൻ ഡി മൈൽഡ് എക്സൈറ്റഡ്. അപ്പോൾ ഒരു സിങ്ക്രണസ് മോട്ടറിൻ്റെ ഫീൽഡ് എക്സൈറ്റേഷൻ, അതായത് ഒരു സിങ്ക്രണസ് മോട്ടറിൽ ബാക്ക് EMF ഈസ് സെറ്റപ്പ് ഇൻ ദ ആർമേച്ചർ ബൈ ദ റോട്ടർ ഫ്ലക്സ് വിച്ച് ഓപ്പോസസ് ദ അപ്ലൈഡ് വോൾട്ടേജ് എന്നാണ് പറയുന്നത്. സോ ബാക്ക് EMF ഈസ് ഈക്വൽ ടു ദ applied voltage, then the synchronous motor is at unity power factor and the excitation is said to be 100. അതായത് ഒരു ബാക്ക് EMF അപ്ലൈഡ് വോൾട്ടേജിന് ഈക്വൽ ആണെങ്കിൽ ആ മോട്ടർ എന്തായിരിക്കും, യൂണിറ്റി പവർ ഫാക്ടറിലായിരിക്കും, അതിൻ്റെ എക്സൈറ്റേഷൻ 100% ആയിരിക്കും. അപ്പം അത് എന്ത് കണ്ടീഷനിലാണ്, അതായത് ഓവർ എക്സൈറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ എന്താണ്, ബാക്ക് EMF ഈസ് ഗ്രേറ്റർ ദാൻ അപ്ലൈഡ് വോൾട്ടേജ് ആയിരിക്കും. അണ്ടർ എക്സൈറ്റഡ് കണ്ടീഷനിലാണെങ്കിൽ എന്തായിരിക്കും, ബാക്ക് EMF ഈസ് ലെസ് ദാൻ അപ്ലൈഡ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്, ബാക്ക് EMF ഈസ് ലെസ് ദാൻ അപ്ലൈഡ് വോൾട്ടേജ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മോട്ടർ എന്ത് ടൈപ്പിലായിരിക്കും, അണ്ടർ എക്സൈറ്റഡ് ആയിരിക്കും. ഓക്കെ, എന്തായിരിക്കും, അണ്ടർ എക്സൈറ്റഡ് ആയിരിക്കും. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓവർ എക്സൈറ്റഡ് ആണെങ്കിൽ എന്തായിരിക്കും, ബാക്ക് EMF ഗ്രേറ്റർ ദാൻ അപ്ലൈഡ് വോൾട്ടേജ് ആണെങ്കിൽ അതെന്താണ്, എന്തായിരിക്കും, അത് ഓവർ എക്സൈറ്റഡ് ആയിരിക്കും. Second question, a synchronous motor with 4 pole and 50 second per second frequency will run. അതായത് ഒരു സിങ്ക്രണസ് മോട്ടറിൽ എത്രയാണ്, 4 പോൾസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി വന്നിട്ട് എത്രയാണ്, 15 സെക്കൻഡ് അല്ലേ, 50 സെക്കൻഡ്സ് ആണ്. അത് റൺ ചെയ്യുന്ന സ്പീഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ 1400 RPM, ഓപ്ഷൻ ബി 1500 RPM, ഓപ്ഷൻ സി 1550 RPM, ഓപ്ഷൻ ഡി 1600 RPM. അതായത് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ അപ്പോൾ നമുക്കറിയാം ഒരു സിങ്ക്രണസ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, NS = 120 F/P ആണ് അല്ലേ. എന്താണ്, NS = 120 F/P ആണ്. ഇവിടെ NS എന്ന് പറയുന്നത് സിങ്ക്രണസ് സ്പീഡാണ്, F എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ്, P എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ് ആണ്. സോ സിങ്ക്രണസ് സ്പീഡ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് പോൾസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കിതിലേക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4 പോൾസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 15 അല്ലേ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ, NS = എത്രയാണ്, 120 × 15/4 എന്ന് പറയുമ്പോൾ എന്താണ് കിട്ടുന്നത്, സിങ്ക്രണസ് സ്പീഡ് 1500 RPM എന്ന് കിട്ടുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി ആണ്, 1500 RPM ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 3. In synchronous motor, nature of armature reaction is dash when I draw a leading power factor current. അതായത് ഒരു സിങ്ക്രണസ് മോട്ടർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നേച്ചർ ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ഈസ് ഡാഷ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ പ്രത്യേകം ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, വെൻ ഇറ്റ് ഡ്രോസ് എ ലീഡിങ് പവർ ഫാക്ടർ കറൻറ്റിലാണ് അത് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പാർഷ്യലി ഡീമാഗ്നറ്റൈസിങ് ആൻഡ് പാർഷ്യലി ക്രോസ് മാഗ്നറ്റൈസിങ്, ഓപ്ഷൻ ബി ക്രോസ് മാഗ്നറ്റൈസിങ്, ഓപ്ഷൻ സി partially magnetizing and partially cross magnetizing, ഓപ്ഷൻ ഡി ഡീമാഗ്നറ്റൈസിങ്. അപ്പോൾ ഒരു ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആർമേച്ചർ റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ എഫക്റ്റ് ഓഫ് ആർമേച്ചർ ഫ്ലക്സ് ഓൺ ഫീൽഡ് ഫ്ലക്സ് ആണ്. സോ ടു അൺഡിസൈറബിൾ എഫക്റ്റ് വിൽ പ്രൊഡ്യൂസിങ് ഓൺ ദ മെയിൻ ഫീൽഡ് ഫ്ലക്സ് ബൈ ദ ആർമേച്ചർ റിയാക്ഷൻ. ഫസ്റ്റ് വൺ എന്താണ്, ഡിക്രീസിങ് ഇൻ ദ ഫീൽഡ് ഫ്ലക്സ് പെർ പോൾ ആണ്. സെക്കൻഡ് വൺ എന്താണ്, ഡിസ്റ്റോർട്ടഡ് മെയിൻ ഫ്ലക്സ് ഫീൽഡ് ഫ്ലക്സ് വേവ് അലോങ് ദ എയർ ഗ്യാപ്പ് ആണ്. സോ ഒരു പവർ ഫാക്ടറിനെ ബേസ് ചെയ്യുമ്പോൾ നേച്ചർ ഓഫ് ആർമേച്ചർ റിയാക്ഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും, യൂണിറ്റി പവർ ഫാക്ടർ ലോഡ് ഈസ് റെസിസ്റ്റീവ്, സോ ദ നേച്ചർ ഓഫ് ദ ആർമേച്ചർ റിയാക്ഷൻ ഈസ് ക്രോസ് മാഗ്നറ്റൈസിങ് ആയിരിക്കും. അതുപോലെ ലീഡിങ് പവർ ഫാക്ടർ ലോഡിലാണെങ്കിൽ ലോഡ് ഈസ് കപ്പാസിറ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. ദ നേച്ചർ ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ഈസ് പാർഷ്യലി ക്രോസ് മാഗ്നറ്റൈസിങ് ആൻഡ് പാർഷ്യലി മാഗ്നറ്റൈസിങ് ആണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ, ഒന്നുകൂടി നോക്കണം. അതായത് ലീഡിങ് പവർ ഫാക്ടർ കറൻറ്റിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ലോഡ് വന്നിട്ട് എന്ത് നേച്ചറിലായിരിക്കും, ഇറ്റ്സ് എ കപ്പാസിറ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. അതുപോലെ ദ നേച്ചർ ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ഈസ് പാർഷ്യലി എന്നാണ്
ക്രോസ് മാഗ്നറ്റൈസിങ് ആയിരിക്കും, അതുപോലെ പാർഷ്യലി എന്താണ് മാഗ്നറ്റൈസിങ് ആയിരിക്കും. പാർഷ്യലി ക്രോസ് മാഗ്നറ്റൈസിങ്ങും പാർഷ്യലി എന്താണ് മാഗ്നറ്റൈസിങ്ങും ആണ് കേട്ടോ. അതുപോലെ ലാഗിങ് പവർ ഫാക്ടർ ലോഡിലാണെങ്കിൽ എന്താണ് ഇൻഡക്റ്റീവ് ആയിരിക്കും. ദ നേച്ചർ ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ഈസ് പാർഷ്യലി ക്രോസ് മാഗ്നറ്റൈസിങ് ആൻഡ് പാർഷ്യലി മാഗ്നറ്റൈസിങ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കാം. യൂണിറ്റി പവർ ഫാക്ടർ എന്താണ്, ലീഡിങ് പവർ ഫാക്ടർ എന്താണ്, ലാഗിങ് പവർ ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് ഇതിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആണ്. അതായത് പാർഷ്യലി മാഗ്നറ്റൈസിങ് ആൻഡ് പാർഷ്യലി ക്രോസ് മാഗ്നറ്റൈസിങ് ആയിരിക്കും. കാരണം ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് ലീഡിങ് പവർ ഫാക്ടർ കറന്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 4. The function of damper winding in a synchronous motor is to. എന്താണ് ഒരു സിങ്ക്രണസ് മോട്ടറിൽ ഡാമ്പർ വൈൻഡിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ റെഡ്യൂസിങ് ഹണ്ടിങ് എഫക്റ്റ്, ഓപ്ഷൻ ബി സ്റ്റാർട്ട് മോട്ടർ, ഓപ്ഷൻ സി സ്റ്റോപ്പ് ദ മോട്ടർ, ഓപ്ഷൻ ഡി റെഡ്യൂസ് ഹണ്ടിങ് എഫക്റ്റ് ആൻഡ് സ്റ്റാർട്ട് മോട്ടർ. അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലേ. കാരണം ഹണ്ടിങ് എഫക്റ്റും വരുന്നുണ്ട്, മോട്ടർ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. പക്ഷേ നമ്മൾ എന്താണ് ഓപ്ഷൻ ക്ലിയറായി വായിക്കണം. രണ്ടിനും നമ്മൾ ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഹണ്ടിങ് എഫക്റ്റ് റിഡ്യൂസ് ചെയ്യാനും അതുപോലെ മോട്ടർ സ്റ്റാർട്ട് ചെയ്യാനും നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഡാമ്പർ വൈൻഡിങ് ഇൻ എ സിങ്ക്രണസ് മോട്ടർ പെർഫോം 2 ഫംഗ്ഷൻ. എന്തൊക്കെയാണ്, പ്രിവെൻറ്റ്സ് ഹണ്ടിങ്, അതായത് ഡാംഡ് ഔട്ട് ഓസിലേഷൻസിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ പ്രൊവൈഡ് സ്റ്റാർട്ടിങ് ടോർക്കിനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ഡാമ്പർ വൈൻഡിങ് യൂസ് ചെയ്യാറ്. അതായത് സെൽഫ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട്, മോട്ടറിൻ്റെ സെൽഫ് സ്റ്റാർട്ടിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഡാമ്പർ വൈൻഡിങ് സിങ്ക്രണസ് മോട്ടറിൽ യൂസ് ചെയ്യുന്നത്. സോ ഒരു നോർമൽ റണ്ണിങ് കണ്ടീഷനിലാണെങ്കിൽ ഡാമ്പർ വൈൻഡിങ് ഡസ് നോട്ട് ക്യാരി എനി കറണ്ട്. റണ്ണിങ് കണ്ടീഷനിലാണെങ്കിൽ എന്താണ് ഒരു കറണ്ടും ഈ ഡാമ്പർ വൈൻഡിങ് ക്യാരി ചെയ്യാറില്ല. അതുപോലെ ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് എ ഫിനോമിന ദാറ്റ് ഓക്കർ ഇൻ സിങ്ക്രണസ് മോട്ടർ ഡ്യൂ ടു വേരിയിങ് ലോഡ് ഓഫ് സപ്ലൈ ഫ്രീക്വൻസി. നമ്മുടെ ലോഡ് വേരിയ അനുസരിച്ചിട്ടോ ഫ്രീക്വൻസിന് അനുസരിച്ചിട്ട് ഒരു എന്താണ് മോട്ടറിൽ ഓക്കർ ചെയ്യുന്ന ഒരു ഫിനോമിനയാണ് എന്താണ് ഹണ്ടിങ് എന്ന് പറയുന്നത്. അതായത് എങ്ങനെയൊക്കെയാണ് ഈ ഹണ്ടിങ് ഉണ്ടാവുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് പീരിയോഡിക് വേരിയേഷൻ ഓഫ് ലോഡ് മൂലം, അതുപോലെ സഡൻ ചേഞ്ചസ് ഇൻ ലോഡ്, fault occurring in the system when supplied by the generator, അതുപോലെ sudden change in the field current, cyclic variation of the load torque മൂലമൊക്കെ നമുക്ക് എന്താണ് ഉണ്ടാവാറുണ്ട്, ഹണ്ടിങ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡാമ്പർ വൈൻഡിങ് എന്തിനാണ് ഈ സിങ്ക്രണസ് മോട്ടറിൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് ഹണ്ടിങ് എഫക്റ്റ് ആൻഡ് സ്റ്റാർട്ട് മോട്ടറിന് വേണ്ടിയിട്ടാണ്. അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 5. State whether the given fact about synchronous motor and induction motor are true or false. താഴെ തന്നിട്ടുണ്ട് രണ്ട് കണ്ടീഷൻസ്. അതിൽ എന്താണ് സിങ്ക്രണസ് മോട്ടറിനെ കുറിച്ചുണ്ട്, അതുപോലെ ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ചിട്ടുണ്ട്. അതിൽ ഏതാണ് ട്രൂ ഏതാണ് ഫാൾസ് എന്നാണ്. ഫസ്റ്റ് അസംപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിങ്ക്രണസ് മോട്ടർ ക്യാൻ ബി ഓപ്പറേറ്റഡ് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് പവർ ഫാക്ടറിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ സെക്കൻഡ് വൺ എന്താണ്, എൻ ഇൻഡക്ഷൻ മോട്ടർ ഓൾവേസ് റൺ വിത്ത് എ ലീഡിങ് പവർ ഫാക്ടറിലാണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. രണ്ട് അസംപ്ഷൻ ഉള്ളത്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഫാൾസ്, സെക്കൻഡ് വൺ ഫാൾസ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി ഫസ്റ്റ് വൺ ഫാൾസ്, ഓപ്ഷൻ സെക്കൻഡ് വൺ ട്രൂ. ഓപ്ഷൻ സി ഫസ്റ്റ് വൺ ട്രൂ, സെക്കൻഡ് വൺ ട്രൂ. ഓപ്ഷൻ ഡി ഫസ്റ്റ് വൺ ട്രൂ, സെക്കൻഡ് വൺ ഫാൾസ്. അപ്പോൾ നമുക്കൊരു ഇൻഡക്ഷൻ മോട്ടറിനെയും അതുപോലെ സിങ്ക്രണസ് മോട്ടറിനെയും, അതായത് ഒരു റേഞ്ച് 35 kW to 250 കമ്പാരിസൺ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സ്പീഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സിങ്ക്രണസ് മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റൻറ്റ് സ്പീഡ് ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ് ആണ്. ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കേസ് എങ്ങനെയാണ് പറഞ്ഞാൽ സ്പീഡ് ചേഞ്ചസ് വിത്ത് ലോഡാണ്. പവർ ഫാക്ടർ പറഞ്ഞാൽ എന്താണ്, ക്യാൻ ബി ഓപ്പറേറ്റഡ് ഓൾ ദ പവർ ഫാക്ടറിൽ അത് ഓപ്പറേറ്റ് ചെയ്യും. പക്ഷേ ഇൻഡക്ഷൻ മോട്ടറിൽ എന്താണ് ലാഗിങ് പവർ ഫാക്ടറിൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. എക്സൈറ്റേഷൻ കേസ് എടുക്കുകയാണെങ്കിൽ DC എക്സൈറ്റേഷൻ ആൻഡ് റോട്ടർ ഓഫ് ഫീൽഡാണ്. നോ നീഡ് ടു എക്സൈറ്റേഷൻ. ഇൻഡക്ഷൻ മോട്ടറിന് എക്സൈറ്റേഷൻ ഒന്നും ആവശ്യമില്ല. എക്കോണമിയുടെ കേസിൽ എക്കണോമിക്കൽ ഫോർ സ്പീഡ് ബിലോ 500 RPM. ഇതിലെങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്കൽ ഫോർ സ്പീഡ് എബോവ് 600 RPM ആണ്. സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ഓക്സിലറി മീൻസ് ഹാവ് ടു പ്രൊവൈഡ് ഫോർ സ്റ്റാർട്ടിങ്. ഇൻഡക്ഷൻ മോട്ടർ പറഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. കൺസ്ട്രക്ഷൻ വൈസ് എടുക്കുകയാണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇൻഡക്ഷൻ മോട്ടർ വന്നിട്ട് വളരെ സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്. സ്റ്റാർട്ടിംഗ് ടോർക്കിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ മോർ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്. ഇവിടെ ഇൻഡക്ഷൻ മോട്ടറിൽ എങ്ങനെയാണ് ലെസ് സ്റ്റാർട്ടിംഗ് ടോർക്കാണ് ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ളതിൽ എങ്ങനെയാണ് വൈഡ് റേഞ്ച് ഓഫ് പവർ ഫാക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യും സിങ്ക്രണസ് മോട്ടർ. ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് വളരെ കറക്റ്റാണ്. പക്ഷേ ഇൻഡക്ഷൻ മോട്ടർ എപ്പോഴും റൺ ചെയ്യുന്നത് എന്തിലാണ്, ലാഗിങ് പവർ ഫാക്ടറിലാണ്, ലീഡിങ് അല്ല. അപ്പോൾ എന്താണ്, അത് ഫാൾസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ആൻസർ വരുന്നത്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂവും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസും ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 6. In a salient pole synchronous generator, the maximum and minimum voltage reading across a line is 2700 volt and 2615 volt respectively. The line current fluctuates between 360 amps to 300 amps. Calculate the direct axis and quadrature axis synchronous reaction between the line. Question ചോദിച്ചുള്ളത് ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ ഓപ്ഷൻ എ 9 to 7.36, ഓപ്ഷൻ ബി 8 to 8.83 to 7.5, ഓപ്ഷൻ സി 7.36 to 9, ഓപ്ഷൻ ഡി 8.83 and 9. അപ്പോൾ രണ്ട് ആക്സിസ് തന്നിട്ടുണ്ട് അല്ലേ. സാലിയൻ പോൾ സിങ്ക്രണസ് ജനറേറ്റർ ആണ്, ഒന്ന് ഡയറക്റ്റ് ആക്സിസ് ആൻഡ് ക്വാഡ്രേച്ചർ ആക്സിസ് ആണ്. So the reactions along the direct axis is maximum and it is given by xd equal to എന്താണ് Vmax by I minimum ആയിരിക്കും. അതുപോലെ the reactance along the q axis is minimum and it is given by xq equal to എന്താണ് V minimum by I max ആയിരിക്കും എന്നാണ് ഫോർമുല. അപ്പോൾ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ്, നമുക്ക് Vmax തന്നിട്ടുണ്ട് എത്രയാണ് 2700 വോൾട്ട് ആണ്. അതുപോലെ മിനിമം വന്നിട്ട് എത്രയാണ്, വി മിനിമം വന്നിട്ട് 2615 വോൾട്ട് ആണ്. സോ അവിടുത്തെ ഐ മാക്സ് കറണ്ട് അല്ലെ, മാക്സിമം കറണ്ടും അതുപോലെ തന്നിട്ടുണ്ട് എത്രയാണ് 360 ആംസും, അതുപോലെ ഐ മിനിമം പറയുന്നത് 300 ആംസും ആണ്. അപ്പോൾ നമുക്കിതിൽ എക്സ് ഡിയും എക്സ് ക്യൂവും കണ്ടുപിടിച്ചൂടെ, അതായത് ഡി ആക്സിസിലെ മാക്സിമം ക്യൂ ആക്സിസിലെ മിനിമം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് എക്സ് ഡി ഇസിക്കൽ ടു എത്രയാണ് 2700 ടു ബൈ 300 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 9 ohms എന്ന് കിട്ടും. അതുപോലെ എക്സ് ക്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് 2650 ടു 360 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എത്രയാണ് 7.36 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആണ്, 9 and 7.36 ആണ്. അതാണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ. Question number 7. In a synchronous machine, if the field flux is ahead of the armature field axis in the direction of rotation, the machine works. എങ്ങനെയാണ് ഒരു സിങ്ക്രണസ് മെഷീനിൽ അതിൻ്റെ ഫീൽഡ് ഫ്ലക്സ് ഈസ് ahead as armature field flux axis ആയിക്കഴിഞ്ഞാൽ അതിന് ഇൻ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനിൽ മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഓപ്ഷൻ എ അസിങ്ക്രണസ് മോട്ടർ, ഓപ്ഷൻ ബി അസിങ്ക്രണസ് ജനറേറ്റർ, ഓപ്ഷൻ സി സിങ്ക്രണസ് മോട്ടർ, ഓപ്ഷൻ ഡി സിങ്ക്രണസ് ജനറേറ്റർ. അപ്പോൾ അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിങ്ക്രണസ് മെഷീൻ ടോർക്ക് ആംഗിൾ ഈസ് എ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ആർമേച്ചർ ഫ്ലക്സ് ആൻഡ് ഫീൽഡ് ഫ്ലക്സ് ആണ്. So in case the axis of field flux is in line with the armature flux, that is torque angle is 0, then the machine is said to be എന്തായിരിക്കും ഫ്ലോട്ടിംഗ് ആയിരിക്കും. അതുപോലെ if the field flux axis is ahead of the armature field axis in the direction of rotation, then the machine is work as ഇങ്ങനെയാണ് സിങ്ക്രണസ് ജനറേറ്റർ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. അതായത് ഫീൽഡ് ഫ്ലക്സ് ആക്സിസ് ഈസ് ahead as armature field flux axis ആണെങ്കിൽ അതിൻ്റെ മെഷീൻ എങ്ങനെയാണ് സിങ്ക്രണസ് ജനറേറ്ററായി ആക്ട് ചെയ്യുന്നു. അതുപോലെ ഇഫ് ദ ഫീൽഡ് ഫ്ലക്സ് ആക്സിസ് ഈസ് ബിഹൈൻഡ് ദ ആർമേച്ചർ ഫീൽഡ് ഫ്ലക്സ് ആണെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ദ മെഷീൻ വർക്കസ് സിങ്ക്രണസ് മോട്ടറായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ എന്താണ്, അതിൻ്റെ ഫീൽഡ് ഫ്ലക്സ് എങ്ങനെയാണ് ഈസ് എഹെഡ് ഓഫ് ദ ആർമേച്ചർ ഫീൽഡ് ആക്സിസ് ആണ് അല്ലേ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനിൽ. അപ്പോൾ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, സിങ്ക്രണസ് ജനറേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്താണ് സിങ്ക്രണസ് ജനറേറ്റർ, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Question number 8. The three-phase synchronous motor needs. ഒരു three-phase synchronous മോട്ടറിന് എന്താണ് ആവശ്യമുള്ളത്? അതായത് ഓപ്ഷൻ എ 3-phase AC supply only, ഓപ്ഷൻ ബി 3-phase AC supply as well as DC supply, ഓപ്ഷൻ സി 3-phase AC supply as well as a single-phase AC supply, ഓപ്ഷൻ ഡി DC supply only. അതായത് ഒരു സിങ്ക്രണസ് മോട്ടർ ഈസ് കാൾഡ് എ ഡബ്ലി എക്സൈറ്റഡ് മെഷീൻ ബിക്കോസ് ബോത്ത് ഇറ്റ്സ് റോട്ടർ ആൻഡ് സ്റ്റാർട്ടർ ആർ എക്സൈറ്റഡ്. രണ്ടും എന്താണ് എക്സൈറ്റഡ് ആവണം അല്ലേ. ടു അച്ചീവ് എ മാഗ്നറ്റിക് ലോക്കിംഗ് ബിറ്റ്വീൻ ദ സ്റ്റാർട്ടർ ആൻഡ് റോട്ടർ, ഡബിൾ എക്സൈറ്റേഷൻ നീഡഡ്. സോ ദ സ്റ്റാർട്ടർ ഓഫ് 3-phase synchronous motor is excited at 3-phase supply while rotor is off with a DC supply. So a 3-phase synchronous motor need 3-phase AC supply as well as DC supply. ഒരു 3-phase synchronous motor എന്താ ആവശ്യമാണ്, ഒരു 3-phase AC സപ്ലൈയും അതുകൂടാതെ എന്താണ് ഒരു DC സപ്ലൈയും ആവശ്യമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സോ എ 3-phase synchronous motor need a 3-phase AC supply as well as a DC supply. Okay. Question number 9. A 3-phase synchronous motor is connected to a AC mains, is running at full load and unity power factor. If its shaft load is reduced to half, the field current held constant, its new power factor will be. Option A unity, option B dependent on a machine parameter, option C leading, option D lagging എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 3-phase synchronous മോട്ടറിൽ V ഈക്വൽ ടു എന്താണ്, ഈ കോസ് തീറ്റയാണ്. അതായത് V പറഞ്ഞ ടെർമിനൽ വോൾട്ടേജ്, ഈ പറഞ്ഞ ബാക്ക് EMF, ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ആംഗിൾ. സോ വിത്ത് കോൺസ്റ്റന്റ് excitation E is constant but del decreases as load increases. So the cos del is increases. Then E cos del is greater than V. The machine operated at over excited ആയിരിക്കും. So this operated as a leading power factorലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുക നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ. ഓക്കെ. പിന്നെ ഒരു കേസ് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓവർ എക്സൈറ്റഡ് ആണെങ്കിൽ ഈ കോസ് ഡെൽ ഈസ് ഗ്രേറ്റർ ദാൻ വി, സിങ്ക്രണസ് മോട്ടോർ വർക്ക് ആസ് എ ലീഡിംഗ് പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യുന്നു. നോർമൽ എക്സൈറ്റേഷൻ അതായത് ഈ കോസ് ഡെൽ ഈക്വൽ ടു വി ആണെങ്കിൽ അതെന്താണ് യൂണിറ്റി പവർ ഫാക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് സിങ്ക്രണസ് മോട്ടർ. അണ്ടർ എക്സൈറ്റഡ് ആണെങ്കിൽ ഈ കോസ് ഡെൽ ഈസ് ലെസ് ദാൻ വി ആണെങ്കിൽ സിങ്ക്രണസ് മോട്ടർ വർക്ക് ആസ്
എന്താണ് ലാഗിങ് പവർ ഫാക്ടറിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് ലീഡിങ് ആണ്, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഏതിലാണ് വർക്ക് ചെയ്യുന്നത്? ലീഡിങ് പവർ ഫാക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. Question number 10. Two components of a stray load losses of a synchronous motor are. അതായത് രണ്ട് കോമ്പോണൻസ് ഉണ്ട് ഒരു stray load losses of a synchronous motor. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ എഡ്ഡി കറന്റ് ആൻഡ് ഹിസ്റ്റെറിസിസ് ലോസസ് ഡ്യൂ ടു ചേഞ്ചിങ് ഫ്ലക്സ് ഡെൻസിറ്റീസ്. ഓപ്ഷൻ ബി അയൺ ലോസസ് ഡ്യൂ ടു ആർമേച്ചർ ലീക്കേജ് ഫ്ലക്സ് ആൻഡ് ആർമേച്ചർ ഓമിക് ലോസ് ഡ്യൂ ടു സ്കിൻ എഫക്റ്റ്. ഓപ്ഷൻ സി വൈൻഡേജ് ലോസ് ഡ്യൂ ടു ദ ലോഡ് ആൻഡ് ഫ്രിക്ഷണൽ ലോസസ്. ഓപ്ഷൻ ഡി ഫീൽഡ് കറന്റ് ലോസസ് ഡ്യൂ ടു ഫീൽഡ് റെസിസ്റ്റൻസ് ആൻഡ് ഡയറക്റ്റ് ലോഡ് ലോസസ് ആണ്. അപ്പോൾ ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എൻ ഇലക്ട്രിക്കൽ മെഷീൻ ഈസ് ലോഡഡ്, നമ്മളൊരു ഇലക്ട്രിക്കൽ മെഷീൻ ലോഡ് ചെയ്യുമ്പോൾ ആ ലോഡ് കറന്റ് ഫ്ലോയിങ് ഇൻ ദ ആർമേച്ചർ വൈൻഡിങ് ഓഫ് എ മെഷീൻ പ്രൊഡ്യൂസസ് ആൻ MMF വിച്ച് ഡിസ്റ്റോർട്ടഡ് ദ സ്പേസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് MMF പ്രൊഡ്യൂസിങ് ഓർ സെറ്റപ്പ് ബൈ ദ ഫീൽഡ് വൈൻഡിങ് ഇൻ ദ എയർ ഗ്യാപ്പ്. സോ ഇവിടെ ഈ സ്ട്രേ ലോസസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലേറ്റിംഗ് കറന്റ് സെറ്റപ്പ് ബൈ ദ ആൾട്ടർനേറ്റിംഗ് ലീക്കേജ് ഫ്ലക്സ് പ്രൊഡ്യൂസിങ് ബൈ ദ ലോഡ് കറന്റ് ഇൻ ദ കണ്ടക്ടർ മൂലമാണ്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ അയൺ ലോസസ് ഡ്യൂ ടു ആർമേച്ചർ ലീക്കേജ് ഫ്ലക്സ് ആൻഡ് ആർമേച്ചർ ഓമിക് ലോസസ് ഡ്യൂ ടു സ്കിൻ എഫക്റ്റ് മൂലമാണ് എന്തുണ്ടാവുന്നത്. ഈ രണ്ട് കോമൺ സ്ട്രേ ലോഡ് ലോസസ് ഓഫ് എ സിങ്ക്രണസ് മോട്ടർ ഏതൊക്കെയാണ്? അയൺ ലോസസ് ഡ്യൂ ടു ആർമേച്ചർ ലീക്കേജ് ഫ്ലക്സും ആൻഡ് ആർമേച്ചർ ഓമിക് ലോസസ് ഡ്യൂ ടു സ്കിൻ എഫക്റ്റ് മൂലം. അതാണ് ടു കോമ്പോണന്റ് ഓഫ് സ്ട്രേ ലോസസ് ഓഫ് എ സിങ്ക്രണസ് മോട്ടർ ആർ. ഏതൊക്കെയാണ്? അയൺ ലോസസ് ഡ്യൂ ടു ആർമേച്ചർ ലീക്കേജ് ഫ്ലക്സും അതുപോലെ ആർമേച്ചർ ഓമിക് ലോസസ് ഡ്യൂ ടു സ്കിൻ എഫക്റ്റും ആണ്. ഓക്കെ, thank you for watching the video.